Hallelujah, hallelujah. Praise the Lord. Praise the Lord, praise the Lord. Hallelujah. Glory to God. Glory to God, glory to God. Praise to Jesus. Thank you, Lord. Thank you, Lord. Hallelujah. Hallelujah, hallelujah. Praise the Lord, praise the Lord. കർത്താവേ എനിക്ക് സ്തോത്രമപ്പാ സ്തോത്രമപ്പാ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ സ്തോത്രമപ്പാ സ്തോത്രമപ്പാ സ്തോത്രമപ്പാ. ഗ്ലോറി ടു ഗോഡ് ജീസസ്. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ അങ്ങേക്ക് സ്തോത്രം സ്തോത്രം. പ്രൈസ് ദ ലോർഡ് പ്രൈസ് ദ ലോർഡ് പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, മഹനീം പ്രയർ ഗ്രൂപ്പ് എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ കൂട്ടായ്മയിൽ കർത്താവിൻ്റെ തിരുവചനം ഘോഷിക്കുവാൻ തൊക്കണം ദൈവമായി കർത്താവടിയിൽ ഒരുക്കി തന്ന നല്ല സന്ദർഭത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പിലേക്ക് എന്നെ ക്ഷണിച്ചിരുന്ന കർത്താവിൻ്റെ വിലയേറിയ ദാസി സിസ്റ്റർ വിജയ് യേശുദാസിനോടുള്ള പ്രത്യേക നന്ദി സ്നേഹത്തെ ഞാൻ അറിയിക്കുന്നതിനൊപ്പം തന്നെ ഈ ഗ്രൂപ്പിൻ്റെ ഡയറക്ടറായിരിക്കുന്ന കർത്താവിൽ ബഹുമാന്യ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ സുഗതൻ കോരാനിയോടും പ്രത്യേക നന്ദി അറിയിക്കട്ടെ. ഗ്രൂപ്പിലായിരിക്കുന്ന മറ്റ് അംഗങ്ങൾ, എല്ലാ ദൈവമക്കൾക്കും, പ്രത്യേകിച്ച് ദൈവദാസി ദാസന്മാർ, സഹോദരന്മാർ, സഹോദരിമാർ, എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയും പ്രത്യേക നന്ദിയും ഞാൻ ഈ സമയം അറിയിക്കുന്നു. കർത്താവിൽ പ്രിയരെ, നമ്മുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന രക്ഷിതാവിന്റെ വരവ് അല്പം ഒന്ന് താമസിച്ചതുകൊണ്ട് ഇപ്രകാരം ഒരു നല്ല സന്ദർഭത്തെ കർത്താവ് നമുക്ക് ഒരുക്കി തന്നു. ദൈവത്തെ നമുക്ക് സന്തോഷത്തോടു കൂടി മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അത് ആസന്നമായിരിക്കുന്ന ഈ സമയത്ത് പ്രിയരെ, നമുക്ക് ദൈവത്തെ എത്രമാത്രം സ്തുതിച്ചാൽ ആവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ചെയ്ത സകല ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്തി നമുക്ക് വചനധ്യാനത്തിലേക്ക് കിടക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വചനധ്യാനത്തിലേക്ക് കിടക്കുന്നതിന് മുൻപായി ഒരു പാട്ടിന്റെ ചില ലൈനുകൾ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയരെ, ഒരു തമിഴ് பாடலுண்டு நான் பாட இருக்கிறேன். உங்களுக்கும் என்னோடு சேர்ந்து இந்த பாடலை உங்களுக்கும் பாடலாம். தேவனை மகிமைப்படுத்தும்படியாக உங்களை நான் அன்போடு அழைக்கிறேன். கர்த்தருக்குள் பிரியமானவர்களை, நம் ஆண்டவராகிய இயேசு சீக்கிரமாக வரப்போகிறார். அவருடைய வருகைக்காக நாம் ஒவ்வொருவரும் ஆயத்தமாய் இருக்க வேண்டியது மிக்க மிக்க அவசியமாக இருக்கிறது. கர்த்தருடைய பிள்ளைங்களே, அவருடைய எக்கால சத்தம் கேட்கிறதான தினங்கள் வெகு சீக்கிரமாக உண்டு. பிரைஸ் தி லார்ட். ஹல்லேலூயா. எந்த நேரத்திலும் எந்த வேளையிலும் ஆண்டவராகிய இயேசு வருவார். நிச்சயமாகவே அவரோடு கூட நாமும் கடந்து செல்ல வேண்டாமா? கர்த்தருடைய பிள்ளைங்களே, 2-3 பேர் எங்கிருந்தாலும் அவர் நம்ம மத்திய வாசம் பண்ணுவேன் என்று சொன்னார் அவர். பிரைஸ் தி லார்ட். ஹல்லேலூயா. ஆனபடினாலே கர்த்தருடைய பிள்ளைகள் யாவரும் என்னோடு சேர்ந்து பாடுங்கள், தேவனை മഹിമപ്പെടുത്തலாம். പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പഴയ ഒരു പാട്ടിന്റെ ചില ലൈനുകൾ, ഒരു തമിഴ് ഗാനം ഒന്ന് പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനുശേഷമായി പ്രാർത്ഥിച്ച വചനത്തെ ധ്യാനത്തിലേക്ക് കിടക്കാം. ദയവായി കർത്താവിൽ അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഉന്നതமான கர்த்தரையே உறைவிடமாக்கிக் கொண்டாய், அடைக்கலமாம் ஆண்டவனே ஆதாயமாக்கிக் கொண்டாய். உன்னதமான கர்த்தரையே உறைவிடமாக்கிக் கொண்டாய், அடைக்கலமாம் ஆண்டவனே ஆதாயமாக்கிக் கொண்டார். வாதையுந்தன் கூடாரத்தே அணுகாது மகனே, பொல்லாப்பு நேரிடாது நேரிடாது மகளே. வாதையுந்தன் கூடாரத்தே அணுகாது மகனே, பொல்லாப்பு நேரிடாது நேரிடாது மகளே. ஆட்டின் குட்டி இரத்தத்தினால் சாத்தானை ஜெயித்து விட்டோ, ஆட்டுக்குட்டி ഗ്ലോറി രക്തത്തിനാൽ സാത്താനെ ജയിച്ചു വിട്ടോ. ആവിയുണ്ട്, ആമേൻ, വസനമുണ്ട്, അன்றாடம் വെற்றிയുണ്ട്. ആവിയുണ്ട്, ആമേൻ, വസനമുണ്ട്, അன்றாடம் വെற்றிയുണ്ട്. വാதையுந்தൻ കൂടാരത്തെ അണുകാത് മകനേ, പൊല്ലാപ്പ് നേരിടാത് നേരിടാത് മകളെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവ പൈതലേ,
ഒരു വാതയും നമ്മുടെ കൂടാരത്തിൽ മേൽ അടുക്കയില്ല എന്ന വചനം നമ്മെ വിളിച്ചറിയിക്കാൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരു ലൈനിൽ കൂടെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു പൊല്ലാപ്പും നമ്മോട് അടുത്ത് വരികയില്ലെന്നാണ് ഈ പാട്ടിന്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്തരുക്കുൾ നാം പാടുകൾ ഒരു നാളും വീണാകാതെ, கர்த்தருக்குள் ஆமென் நாம் பாடுகள் ஒரு நாளும் வீணாகதே, அசையாமல் ஆமென் உறுதியுடன் அதிகமாய் செயல்படுவோம், அசையாமல் உறுதியுடன் அதிகமாய் செயல்படுவோம், வாதையும் தென் கூடாரத்தே அணுகாது மகனே, பொல்லாப்பு நேரிடது நேரிடது மகளே, வாதேயுந்தன் கூடாரத்தே அணுகாது மகனே, பொல்லாப்பு നേരിടത് നേരിടത് മകളേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവജനമേ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് എന്നോട് ചേർന്ന് നിങ്ങൾ കണ്ണുകളടയ്ക്കുക. നമുക്ക് എല്ലാവർക്കും ചേർന്ന് കർത്താവിനെ പ്രാർത്ഥിക്കാം. കർത്താവിനോട് നമുക്ക് ഹല്ലേലൂയ ഇന്നത്തെ വചനം അനുഗ്രഹമായി തീരേണ്ടതിനായി നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ കർത്താവേ, ഈ വൈകിവേളയിൽ വചനവുമായി അടിയൻ കടന്നു വരുന്ന അപ്പ, വചനം കേൾക്കുന്ന അങ്ങയുടെ മക്കളെ അങ്ങ് അനുഗ്രഹിച്ച് മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം ഘോഷിക്കുവാൻ അടിയനെ ബലപ്പെടുത്തണമേ അപ്പ. ആര് പ്രസംഗിക്കുന്നു എന്നതല്ല, പിന്നെയോ അപ്പന്റെ ശബ്ദം കേൾക്കുവാൻ ആ വചനത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഓരോ വ്യക്തി ജീവിതങ്ങളെയും എന്റെ കർത്താവ് തൊട്ടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആണിപ്പഴുതേറ്റ കരം, അവിടുത്തെ ആശ്വസിപ്പിക്കുന്ന കരം കർത്താവ് ഓരോ വ്യക്തികളെയും, കർത്താവ് ഓരോ ജീവിതങ്ങളോടും അപ്പച്ചൻ ഇടപെടണമേ, അങ്ങ് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭാരത്തോടെ, വേദനയോടെ, ദുഃഖത്തോടുകൂടെ, നിരാശയോടുകൂടെ ആരെങ്കിലും വചനം കേൾക്കുവാനായി വന്നിട്ടുണ്ടെങ്കിൽ അപ്പാ, അങ്ങയുടെ ആശ്വസിപ്പിക്കുന്ന വചനം അയച്ച് അവരെ അപ്പച്ചൻ ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മാറത്ത പൊൻകച്ച കെട്ടിയവനായി 7 നിലവിളക്കുകളുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുന്നവനായി കർത്താവിന്റെ ഒരു വലിയ സാന്നിധ്യം ഈ വചനത്തിന്റെ മുൻപിൽ ഉണ്ടാകട്ടെ എന്ന് ഓർത്തു പ്രാർത്ഥിക്കുന്നു. അടിയനെ പൊടിയോളം താഴ്ത്തുന്നു കർത്താവ്, അങ്ങ് അനുഗ്രഹിച്ച് മാനിക്കണമേ. സകലതും ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ അരുമരക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയരെ, ഇന്ന് അല്പനിമിഷം തിരുവചനത്തിൽ നിന്ന് ഘോഷിക്കാൻ പോകുന്നത് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥനാ വീരനായ യബ്ബേസിനെ കുറിച്ചാണ്. ആമേൻ. ഹല്ലേലൂയ. പല ആവൃത്തികൾ നാം കേട്ടിട്ടുള്ള ഒരു വചനമാണിത്. യബ്ബേസിന്റെ ചരിത്രം അറിയാത്തവരായിട്ട് ഒരു വ്യക്തിയൂടെ ഉണ്ടാകുമോ എന്നത് സംശയമാണ്. ഹല്ലേലൂയ. എന്നാൽ യബ്ബേസിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, നമ്മുടെ ആത്മീക ജീവിതമായി കമ്പയർ ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, നമുക്ക് കർത്താവിൽ പ്രിയരെ, നമുക്ക് ആത്മീകമായി ഒരു പടി കൂടെ കർത്താവിലേക്ക് അടുത്തു വരുവാൻ അത് കാരണമാകും എന്നത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, പഴയ നിയമത്തിൽ അനേകം പ്രാർത്ഥനാ വീരന്മാരെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, യാബോക്ക് കടൽ തീരത്ത് വെച്ച് പ്രൈസ് ദി ലോർഡ് തന്റെ ജ്യേഷ്ഠനെ ഭയന്ന് നിലവിളിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല ദൈവമക്കളെ, ഹല്ലേലൂയ, സന്താനത്തിന് വേണ്ടി നിലവിളിക്കുന്ന ഒരു ഹന്നയെ നമുക്ക് കാണുവാൻ കഴിയുന്നു, തലമുറയില്ലാതിരുന്നതിന്റെ പേരിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, സിംഹക്കുഴിയിൽ നിന്നും വിടുവിക്കപ്പെടുന്നതിന് വേണ്ടി പ്രൈസ് ദി ലോർഡ് ദാനിയേലിന്റെ രോദനം നമുക്കവിടെ ശ്രദ്ധിക്കുവാനായിട്ട് കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. കഷ്ടതയുടെ നടുവിൽ, അതായത് വിടുതൽ പ്രാപിക്കേണ്ടതിനായി സങ്കീർത്തനങ്ങളിലൂടെ നിലവിളിക്കുന്ന ഒരു ദാവീദിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. സ്വന്തം ജനത്തിന് വേണ്ടി, ഹല്ലേലൂയ, സ്വന്തം ജനത്തിന്റെ വിടുതലിന് വേണ്ടി നിലവിളിക്കുന്ന, ഉപവസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു എസ്തേറിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. യാഗങ്ങൾ തീയിറങ്ങുവാൻ വേണ്ടി ശക്തമായ പ്രാർത്ഥന ഏറ്റെടുക്കുന്ന ഒരു ഏലിയാവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു.
സഹോദരങ്ങളെ, ഹല്ലേലൂയ, ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് പ്രൈസ് ദി ലോർഡ് പഴയ നിയമത്തിലെ ചെറിയ മനുഷ്യനായ ഒരു യബ്ബേസിനെ കുറിച്ചാണ് നാം ചിന്തിക്കുവാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അനാധാരമായിട്ട് ഒരു വാക്യം നമുക്ക് വായിക്കാം. 1 ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായത്തിന്റെ പ്രൈസ് ദി ലോർഡ് 9-10 വാക്യങ്ങളെ നമുക്കിവിടെ വായിക്കാം. 1 ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളെ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു: യബ്ബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവന്റെ അമ്മ, ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞു അവന് യബ്ബേസ് എന്ന് പേരിട്ടു. യബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് അപേക്ഷിച്ചു. പ്രിയരെ, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യബ്ബേസിന്റെ ഒരു വലിയ പ്രാർത്ഥനയാണ്. ചെറിയ മനുഷ്യന്റെ വലിയ പ്രാർത്ഥനയാണ് നാം ഇവിടെ ശ്രദ്ധിക്കുവാനായിട്ട് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യബ്ബേസിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ, നാം ചിന്തിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാൻ കഴിയും. യബ്ബേസ് ഒരു അംഗവൈകല്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അംഗവൈകല്യമുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നത് കാണുവാൻ കഴിയുന്നു. യബ്ബേസിനെ കുറിച്ച് ഹല്ലേലൂയ താൻ ഒരു ദുഃഖപുത്രനായി എന്ന് വചനം വിളിച്ചറിയിക്കുന്നു. ദൈവമക്കളെ, ചിലരുടെയൊക്കെ തുടക്കം മോശമാണ്. എന്നാൽ മോശമാണെങ്കിലും ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഹല്ലേലൂയ അവരുടെ ഒടുക്കം അത് വലിയ ഉയർച്ചയിലേക്കാണ് ഹല്ലേലൂയ കാണുവാനായിട്ട് കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. റാഖേൽ തന്റെ മകന് ബെനോനി എന്ന പേരിട്ടു. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ ദുഃഖപുത്രൻ എന്നാണ്. പ്രിയരെ, ഹല്ലേലൂയ. 1 ശമൂവേലിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു: ഏലിയുടെ മരുമകൾ തന്റെ പുത്രനെ ഈക്കാബോദ് എന്ന് പേരിട്ടു. മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, ലോകം നമ്മെ കുറിച്ച് പറയും. എന്താണെന്ന് അറിയാമോ? അത് അത്രയ്ക്കേ ഉള്ളൂ. മുമ്പോട്ട് എത്ര പോകാൻ കഴിയും? പോവുകയല്ല. ഇതിവിടം കൊണ്ട് അവസാനിക്കും എന്ന് പറയുന്ന ഒരു ലോകത്തിന് മുൻപിലാ നിങ്ങളും ഞാനും വന്നെത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ പറയും: അവൻ ഒരു അംഗവൈകല്യമുള്ള ഒരു വ്യക്തിയാ, കുറവുള്ള വ്യക്തിയാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മെ കാണുമ്പോഴൊക്കെ എന്തൊക്കെയോ പറയണമെന്ന് തോന്നും. ഹല്ലേലൂയ. അങ്ങനെ അവരുടെ വാക്കുകളിലൂടെ, അതായത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ കുത്തുവാക്കുകളിലൂടെ മുറിവേൽപ്പിക്കുന്ന പലരെയും കാണുവാനായിട്ട് കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഈ നമുക്ക് കാണുവാൻ കഴിയുന്ന യബ്ബേസിനെ കുറിച്ചും ഇങ്ങനെയാണ് പറയുന്നത്: അവനൊരു അംഗവൈകല്യമുള്ള ഒരു വ്യക്തിയാണെന്ന്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവജനമേ, നീ ചെറിയവനാണ്, നീ കുറവുള്ളവനാണ്. പ്രൈസ് ദി ലോർഡ്. നിന്നെ കൊണ്ട് ഒരു കാര്യം സാധിക്കയില്ല എന്ന് പ്രൈസ് ദി ലോർഡ് നിന്നെ കാണുമ്പോഴൊക്കെ ജനങ്ങൾ പറയും. പക്ഷേ ദൈവത്തിന് നിന്നെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട് എന്നത് മറന്നു പോകരുത്. ലോകം എന്തൊക്കെയോ വിധി എഴുതിക്കോട്ടെ. ഹല്ലേലൂയ. ലോകം പറയുന്നത് പോലെ അല്ല കാര്യങ്ങളുടെ പോക്ക്. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, നമ്മുടെ കർത്താവിന് നമ്മളെ കുറിച്ചൊരു വാഗ്ദത്തമുണ്ട്. മകനേ, മകളെ, നീ ഇത് ഇങ്ങനെ തന്നെ പോകണം, നിന്റെ വഴി ഇതാണെന്ന് കർത്താവ് എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, ആകയാൽ ഹല്ലേലൂയ നാം അധൈര്യപ്പെട്ടു പോകരുത്. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. നമ്മെ വിളിച്ച ദൈവം ഹല്ലേലൂയ ഒരു നാൾ നമ്മെ കൈവിടുന്ന ദൈവം അല്ല എന്നത് നാം മനസ്സിലാക്കിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവചനം 66-ന്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു: അമ്മയെ പോലെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. അമ്മയെ പോലെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം. ദൈവജനമേ, യബ്ബേസ് എന്താണ് ചെയ്തെന്നറിയാമോ? ഇസ്രായേലിന്റെ ദൈവത്തോട് താൻ പ്രാർത്ഥിച്ചു. ഇസ്രായേലിന്റെ ദൈവത്തോട് താൻ പ്രാർത്ഥിച്ചു. നമുക്കറിയാം, മോശ ഇപ്പോൾ എവിടെയാണെന്ന് അറിയാമോ? ചെങ്കടലിന്റെ തീരത്ത് നിൽക്കുക. മുമ്പോട്ട് നോക്കിയാൽ ചെങ്കടൽ, പുറകിലേക്ക് നോക്കിയാൽ ഫറവോനും സൈന്യവും, ഇരു സൈഡിലുമായി പാറക്കെട്ടുകൾ, പർവ്വതങ്ങൾ, മലകൾ. ദൈവജനമേ, എന്ത് ചെയ്യണമെന്ന് അറിയാതെ ജനങ്ങൾ നിലവിളിച്ചത് മോശയെ കണ്ടുകൊണ്ടാ. എന്നാൽ ഹല്ലേലൂയ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം: മോശ ദൈവത്തോട് നിലവിളിച്ചു. പ്രൈസ് ദി ലോർഡ്. മോശ ദൈവത്തോട് നിലവിളിച്ചു. എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. മോശ ദൈവത്തോട് നിലവിളിച്ചു: ദൈവമേ, ഞാനിപ്പോൾ എന്ത് ചെയ്യും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു: മോശയെ, നീ എന്തിനാ ധൈര്യപ്പെടണം? നിന്റെ കയ്യിൽ ഒരു വടിയില്ലേ? ആ വടിയൊന്ന് നീട്ട് മോശേ എന്നാ പറഞ്ഞത്. മോശ ഹല്ലേലൂയ പ്രിയരെ വടി നീട്ടിയപ്പോൾ വെള്ളം രണ്ടായി വിഭാഗിക്കപ്പെടുന്നത് കാണുവാനായിട്ട് കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, ഇവിടെ ക്ലൈമറ്റ് മോശമാണ്.
അതുപോലെ തന്നെ രാവിലെ ഇന്നലെ തുടങ്ങിയ മഴയാണ്, രാത്രി മുഴുവൻ മഴ, ഇപ്പോഴും അതേ ക്ലൈമറ്റിൽ തന്നെയാണ്, കറണ്ടില്ല. ദൈവമക്കൾ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക. ദൈവം വൻ കാര്യങ്ങളെ ചെയ്യുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ. അവിടെ നമുക്ക് അതിനുശേഷമായി നമുക്ക് യാക്കോബിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം ദൈവമക്കളെ, യാക്കോബിന്റെ കരച്ചിൽ, ഹല്ലേലൂയ, ഇസ്രായേൽ ജനം വിടുവിക്കപ്പെടുകയാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാത്രമല്ല 1948 പ്രൈസ് ദി ലോർഡ് ഇസ്രായേൽ ജനം ഒരു രാഷ്ട്രമായി മാറി എന്നത് നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. പ്രിയപ്പെട്ട ദൈവജനമേ, 2400 വർഷം ഇസ്രായേൽ ജനം അടിമകളായി അവിടെയും ഇവിടെയുമായി അലഞ്ഞ് തിരിഞ്ഞ് നടന്നത് നമുക്ക് ചരിത്രം പറയുന്നു. പ്രിയരെ, ദൈവം അവരെ ഉയർത്തി. ഹല്ലേലൂയ. ഇന്ന് ഇസ്രായേൽ ജനത്തെ കണ്ടാൽ മറ്റുള്ള രാഷ്ട്രങ്ങളൊക്കെ ഭയപ്പെടുക. എന്താണെന്നറിയാമോ? ആ കൊച്ചു രാഷ്ട്രം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, അനേക രാജ്യങ്ങളിൽ നിന്ന് വന്ന ആയുധങ്ങളും മറ്റും ഈ കൊച്ചു രാജ്യത്തിൽ നിന്നാണ് വാങ്ങിക്കൊണ്ട് പോകുന്നത്. ദൈവം ഇസ്രായേൽ ജനത്തെ ഉയർത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ഒരുവന്റെ പ്രാർത്ഥനയാത് ദേശത്തെ അല്ലെങ്കിൽ ആ രാജ്യത്തെ, ആ രാഷ്ട്രത്തെ ദൈവം വിട്ടുവിക്കുന്നത് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, എബേസിന്റെ പ്രാർത്ഥന, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, എബേസിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നതാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. നമുക്ക് എബേസിന്റെ ചില പ്രാർത്ഥനകൾ നമ്മുടെ ആത്മീക ജീവിതത്തിന് അനുഗ്രഹമായി മാറും. ഹല്ലേലൂയ. ചില പ്രാർത്ഥനകൾ നമുക്കൊന്ന് ആഴമായി ചിന്തിക്കുന്നത് നന്നായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഒന്നാമതായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്, പ്രൈസ് ദി ലോർഡ്, ദൈവജനമേ നിശ്ചയമായി അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിശ്ചയമായി അനുഗ്രഹിക്കും. യു വുഡ് ബി ബ്ലെസ് മീ. ഹല്ലേലൂയ. ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം നാം വായിച്ചുവല്ലോ ദൈവജനമേ. ഹല്ലേലൂയ. ദൈവം നമ്മെ അനുഗ്രഹിച്ചാൽ ശാപം മാറും. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ അനുഗ്രഹിച്ചാൽ നമ്മുടെ സ്ഥിതികൾക്ക് മാറ്റമുണ്ടാകും. ദൈവം നമ്മളോട് സംസാരിച്ചാൽ നമ്മുടെ സ്വഭാവത്തിന് മാറ്റമുണ്ടാകും. ദൈവജനമേ, ദൈവം നമ്മളോട് ഇടപെട്ടാൽ നമ്മുടെ ബിസിനസ് മേഖലകൾ, അതേ പ്രിയപ്പെട്ടവരെ, വർദ്ധിക്കുവാൻ ഇടയായി തീരും. ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. ദൈവം നമ്മളോട് ഇടപെടണം. ദൈവത്തിന്റെ ആ പ്രസൻസ് നമുക്ക് അനുഭവിക്കണം പ്രിയരെ. എങ്കിൽ മാത്രമേ അനുഗ്രഹങ്ങളെ കൈവരിക്കുവാൻ കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ അനുഗ്രഹിക്കണം. അതിനുവേണ്ടി ഈ നാളുകളായി ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് താണിരിക്കാമോ? ഒന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് സമർപ്പിക്കാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. നമ്മുടേതായിട്ടുള്ള പ്രൗഢികളോ അന്തസ്തോ അഭിമാനമോ ഡിഗ്രീസോ പ്രോപ്പർട്ടീസോ ഒന്നും എന്റെ കർത്താവിന്റെ മുൻപിൽ വില പോകുകയില്ല. ദൈവജനമേ, കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്നുവോ? ഹല്ലേലൂയ. ദൈവം നിന്നോട് ഇടപെടുവാൻ തക്കവണ്ണം ഇടയായി തീരും. യോവേൽ പ്രവചനത്തിൽ എന്താണ് നാം വായിക്കുന്നത്? പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരുവൻ കർത്താവിന്റെ അരികിലേക്ക് കടന്നു വരുന്ന ഒരു വഴി. പ്രൈസ് ദി ലോർഡ്. നാം കരച്ചിലോടെ, ഉപവാസത്തോടെ, ഹൃദയ നുറുക്കത്തോടെ, സ്നേഹിത, നീ ദൈവത്തിന്റെ അരികിലേക്ക് നിനക്ക് കടന്നു വരുവാൻ കഴിയുമോ? നിന്റെ പ്രശ്നങ്ങൾക്ക് വിടുതൽ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ വിടുതലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തയേശുവിൽ ജാതികൾക്ക് ഹല്ലേലൂയ വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ഓ ഗ്ലോറി. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ. ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു. അത് ശാപത്തിനല്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെയോ അനുഗ്രഹത്തിന് തന്നെ എന്നാണ് വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. നമ്മുടെ അനുഗ്രഹങ്ങൾ അഥവാ വാഗ്ദത്തങ്ങൾ കർത്താവിനോട് നാം ചോദിച്ച് വാങ്ങണം. എത്ര പേർക്ക് ഇന്ന് ഈ വൈകിയവേളയിൽ എന്റെ കർത്താവേ, അങ്ങ് എന്നെ കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നത്? അങ്ങ് എന്റെ മേൽ വെച്ചിരിക്കുന്ന വാഗ്ദത്തം എന്താണ്? എന്നെ ഒന്ന് അറിയിക്കണമേ അപ്പ, അങ്ങനോട് ഇടപെടണമേ എന്ന് എത്ര പേർക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് താണിരുന്ന് കൊടുക്കുവാൻ കഴിയും? എന്റെ അപ്പൻ നിങ്ങളോട് സംസാരിക്കുന്ന അപ്പനാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്ന ദൈവമക്കളെ ചേർന്ന് രാമൻ പറഞ്ഞാട്ടെ. ഗ്ലോറി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ യാക്കോബ് എന്താ പറഞ്ഞതറിയാമോ? നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യാക്കോബിന് അനുഗ്രഹം മതിയായിരുന്നു. എന്താണ് അനുഗ്രഹം എന്നറിയാമോ പ്രിയരെ? നിന്റെ സകല വംശങ്ങൾക്കും മീതെ വലിയ ജാതിയാക്കും. ഈ അനുഗ്രഹത്തിന് വേണ്ടി മാത്രമാ യാക്കോബ് നിലവിളിച്ചത്, യാക്കോബ് മല്ലുപിടിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവജനമേ, എബേസിന്റെ 2-ാമത്തെ പ്രാർത്ഥനയിലേക്ക് നമുക്ക് കടന്നു വരാം. എബേസ് 2-ാമത് പ്രാർത്ഥിച്ചത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എന്റെ അതിരുകളെ വിശാലമാക്കുവാൻ പോകുന്നു. ആൻഡ് enlarge my territory. പ്രൈസ് ദി
ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ അതിരുകളെ വിശാലമാക്കുന്ന ദൈവം. യിരെമ്യാ പ്രവചനം 23-24 വാക്യങ്ങളെ വായിക്കുമ്പോൾ നമുക്കവിടെ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. ഞാൻ കാണാതെ വണ്ണം ആർക്കെങ്കിലും മറയത്ത് ഒളിപ്പാൻ കഴിയുമോ എന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, മാത്രമല്ല നാം അവിടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നുവല്ലോ എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ രാജ്യം, പ്രൈസ് ദി ലോർഡ്, ദൈവരാജ്യമാണ് പ്രിയപ്പെട്ടവരെ. കർത്താവിനെ ഹല്ലേലൂയ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ നമ്മുടെ അതിരുകൾക്ക് വിശാലതയുണ്ടാകും എന്നത് നാം മറന്നു പോകരുത്. ഒരുവനിൽ കർത്താവ് കടന്നു വരുമ്പോഴാണ്, കർത്താവിന്റെ വലിയ സാന്നിധ്യം അനുഭവിക്കുമ്പോഴാണ് അവനിൽ മാറ്റമുണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ഈ നാളുകളായി നമ്മുടെ ഹല്ലേലൂയ നമ്മുടെ ശുശ്രൂഷകളിൽ ഒരു വിശാലത ഉണ്ടാകട്ടെ. എത്ര പേർക്ക് ആ അനുഗ്രഹം വേണം? എന്റെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷകൾ ഒരു വിടുതൽ ഉണ്ടാകട്ടെ. ഞങ്ങളുടെ ശുശ്രൂഷകൾ ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ ശത്രുവിന്റെ പോരമ്പകളും പോരാട്ടങ്ങളും കർത്താവേ മാറിപ്പോകട്ടെ. ദൈവം എന്റെ മേൽ വെച്ചിരിക്കുന്ന ആ വാഗ്ദത്തം ഇന്ന് പകൽക്കാലം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ മേൽ വരട്ടെ എന്ന് എത്ര പേർക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളെ താഴ്ത്തി സമർപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുവാൻ കഴിയും? സ്നേഹിത, ഇവിടെ ഹല്ലേലൂയ എബേസ് പ്രാർത്ഥിച്ചത് എന്റെ അവസ്ഥകൾക്ക് അഥവാ അതിരുകളെ വിശാലമാക്കണമേ എന്ന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിലുള്ള ഇടുക്കങ്ങൾ മാറും. ഹല്ലേലൂയ. ശാപങ്ങൾ മാറും. പ്രിയരെ, നമ്മെ കർത്താവ് സമൃദ്ധിയിലേക്ക് നയിക്കും എന്നതാണ് നാം മനസ്സിലാക്കേണ്ടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, മനുഷ്യർക്ക് സാധ്യമല്ലാത്തത് എന്റെ ദൈവത്തിന് സാധ്യമാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവമാ നമ്മുടെ ദൈവം. ആ ദൈവത്തിലേക്ക് നിങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മുടെ അതിരുകളെ വിശാലമാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ അവസ്ഥകൾ എന്താണ് പ്രിയരെ? എബേസിന്റെ പ്രാർത്ഥന, നീ എന്റെ അതിരുകളെ വിശാലമാക്കണമേ എന്ന്. ഹല്ലേലൂയ. ആകയാൽ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായും എന്റെ അപ്പൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരിക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, നിന്റെ എല്ലാ അവസ്ഥകൾക്കും മാറ്റം വരുത്തുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ആരെങ്കിലും നിരാശരായി, ആരെങ്കിലും വേദനയോടുകൂടി വചനത്തിന്റെ മുൻപിലായിരിക്കുന്നുവോ, എന്റെ രോഗം എന്നെ വിട്ടു മാറുന്നില്ലല്ലോ, എന്റെ അവസ്ഥകൾക്ക് മാറ്റമില്ലല്ലോ എന്ന് ഭാരപ്പെടുന്നുവെങ്കിൽ, സ്നേഹിത, സഹോദരി, കർത്താവിലേക്ക് അടുത്ത് വരുവാൻ നിങ്ങൾക്ക് കഴിയുമോ? എബേസിന്റെ നിലവിളിക്ക് മാറ്റം വരുത്തിയ ദൈവമാ. എബേസിന്റെ ഹല്ലേലൂയ സ്ഥിതികൾക്ക് മാറ്റം വരുത്തിയ ദൈവമാ നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവിൽ വിശ്വസിക്കുക, അവൻ നമ്മെ പുതിയ സൃഷ്ടിയായി മാറ്റും. ഓ ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ ഇടിഞ്ഞു പോയ, നമ്മുടെ തകർന്നു പോയ അവസ്ഥകൾക്കൊരു മാറ്റം സംഭവിക്കുക തന്നെ ചെയ്യും. മൂന്നാമതായിട്ട് സഹോദരങ്ങളെ, ഹല്ലേലൂയ, എബേസിന്റെ പ്രാർത്ഥന, നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം. നിന്റെ കൈ ഹല്ലേലൂയ എന്നോട് കൂടെ ഇരിക്കണം. ലെറ്റ് യുവർ ഹാൻഡ് വിത്ത് മീ. 1 പത്രോസ് 5:6 വാക്യം. തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ നിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. ഹല്ലേലൂയ. പ്രിയരെ, മനുഷ്യരുടെ കരം നമ്മളെ വേദനിപ്പിക്കുന്നതാ. പലപ്പോഴും നമ്മളെ വേദനിപ്പിക്കുന്ന കരമാ മനുഷ്യന്റെ കരം. നമ്മെ സന്തോഷിപ്പിക്കുന്നത് പോലെ നമ്മളോട് കൂടെ ചുറ്റിപ്പറ്റി നിൽക്കും. പക്ഷേ നീ ആരും വിശ്വസിക്കരുത് കേട്ടോ. നമ്മുടെ ഉപനിധി ആരാണ്? നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നത് നമ്മുടെ കർത്താവ് മാത്രമാ. ലോകത്തിൽ മറ്റാരെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുകയില്ല. നമ്മളെ സ്നേഹത്തോടുകൂടെ നിർത്തും, സ്നേഹിക്കുന്നത് പോലെ ചെയ്യും, നമ്മളോട് കൂടെ ആയിരിക്കും. പക്ഷേ സഹോദരങ്ങളെ, നമ്മളെ തക്ക സമയത്ത് നമ്മളെ കൈവിട്ട് പോകുന്നവരാ ലോകം. ഇന്ന് അങ്ങനെയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനേക അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ എനിക്ക് പറയുവാനുണ്ട്. സഹോദരങ്ങളെ, സ്വന്തം സഹോദരങ്ങൾ പോലും വെറുത്തു പോകുന്ന അവസ്ഥകളാ ഇന്നൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ളത്. മനുഷ്യ ബന്ധം അങ്ങനെയാ. ആത്മീക ബന്ധം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഹല്ലേലൂയ. ദൈവജനമേ, മനുഷ്യന്റെ കൈ എന്നും വേദനിപ്പിക്കുന്ന കരമാ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എന്റെ കർത്താവിന്റെ കരമോ നമ്മെ ആശ്വസിപ്പിക്കുന്ന കരമാണ്. സ്നേഹിത, ഒരിക്കലും നമ്മുടെ കർത്താവിനെ വിട്ടു പോകരുതേ എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, നമുക്കറിയാം, പത്രോസ് കടൽ മീതെ നടന്നു വന്നു. ഹല്ലേലൂയ. പത്രോസ് നടന്നു വരുമ്പോൾ ഹല്ലേലൂയ പത്രോസ് വെള്ളത്തിൽ മുങ്ങിപ്പോകുമെന്ന് പത്രോസിന് തോന്നി. ഹല്ലേലൂയ.
ഹല്ലേലൂയ നാഥാ എന്ന് നിലവിളിച്ചു. കർത്താവ് എന്താ ചെയ്തത്? ഹല്ലേലൂയ പത്രോസിന്റെ നേരെ കരം നീട്ടി പത്രോസിനെ അവിടെ നിന്ന് പ്രൈസ് ദി ലോർഡ് കർത്താവ് രക്ഷിക്കുകയാണ് ചെയ്ത്, വെള്ളത്തിൽ മുങ്ങിപ്പോകാതെ. സ്നേഹിതരെ ഹല്ലേലൂയ, അങ്ങനെ സ്നേഹനിധിയായ ഒരു കർത്താവാണ് നമ്മുടെ കൂടെയുള്ളത്. ഹല്ലേലൂയ. പ്രിയരെ, നമുക്കറിയാം ആദാം ഹവ്വ മഹനീയമായ തേജസ്സിനാൽ ഹല്ലേലൂയ ദൈവമക്കളെ നിറഞ്ഞിരുന്ന അവർ പാപം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അവർക്ക് ദൈവ തേജസ് നഷ്ടപ്പെട്ടു. എന്താണ് സംഭവിച്ചത്? അവർ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. അവരെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ദൈവം എന്താ ചെയ്തെന്നറിയാമോ? ഒരു മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സ്നേഹിതരെ, മാനവ ജാതിയെ രക്ഷിക്കുവാൻ വേണ്ടി മാത്രമാ നമ്മുടെ കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പി ലേഖന 2-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളെ വായിക്കുമ്പോൾ ദൈവവും അവിടെ ഏറ്റവും ഉയർത്തി. പ്രൈസ് ദി ലോർഡ്. സകല നാമത്തിനും മേലായ നാമം, ഹല്ലേലൂയ, സകല നാമത്തിനും മേലായ നാമം നൽകി അവിടെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് ദൈവത്തിന്റെ, അതായത് പിതാവായി ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റു പറയുകയും ചെയ്തു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു പാട്ടിന്റെ ഒരു ലൈൻ മാത്രം പാടുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാവുകളാലോ ക്രിയകളാലോ യേശുവിൻ നാമത്തെ പുകഴ്ത്തിടുവിൻ. നാവുകളാലോ ക്രിയകളാലോ യേശുവിൻ നാമത്തെ പുകഴ്ത്തിടുവിൻ. അധോലോകരും ഭൂലോകരും സ്വർലോകരും യേശു ക്രിസ്തു കർത്താവെന്ന നാമം ഉയർത്തി ദൈവനാമ മഹത്വത്തിൻ പുകഴ്ചയ്ക്കാ എല്ലാ നാവുമേറ്റ് പറയേണ്ടി വന്നിടും. എല്ലാ നാമ മഹത്വത്തിൻ പുകഴ്ചയ്ക്കാ എല്ലാ നാവുമേറ്റ് പറയേണ്ടി വന്നിടും. പ്രിയമുള്ള ദൈവമക്കളെ, യേശു ക്രിസ്തു ഹല്ലേലൂയ എല്ലാ നാമത്തിനും മേലാകെ ഹല്ലേലൂയ യേശുവിന്റെ നാമം. പ്രൈസ് ദി ലോർഡ്. സകല മുഴങ്കാലുകളും മടങ്ങുന്ന നാമമത്രേ യേശുവിന്റെ നാമം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, അവിടെ ഹല്ലേലൂയ നാം ആര് അത് വിശ്വസിക്കുന്നുവോ അവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരിക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ ദൈവജനമേ, യേശുവിനെ പിടിച്ച ആ രാത്രിയിലാണ് യേശുവിനെ തള്ളി പറയുന്നതും അത് നാം മനസ്സിലാക്കിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആദ്യത്തെ ശിഷ്യൻ നമുക്കറിയാം. ഹല്ലേലൂയ. എന്നാൽ ആ ശിഷ്യനെ പെന്തക്കോസ്ത് നാളിൽ ആ ബലഹീനനായ മനുഷ്യനെ പ്രൈസ് ദി ലോർഡ് പെന്തക്കോസ്ത് നാളിൽ ദൈവം എന്താ ചെയ്യുന്നറിയാമോ? പത്രോസിനെ പരിശുദ്ധാത്മാവിൽ ഹല്ലേലൂയ കർത്താവ് നിറച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ഒരൊറ്റ പ്രസംഗം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താ സംഭവിച്ചത്? 3000 പേർ ഉടൻ തന്നെ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, സഭയോട് ചേരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയവരെ, അമ്മയെ പോലെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. നീ ബലഹീനനാണെന്ന് പറഞ്ഞ് നമ്മളെ തള്ളിക്കളയുക അല്ല നമ്മുടെ കർത്താവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പത്രോസേ, നീ എന്നെ തള്ളി പറഞ്ഞതല്ലേ എന്ന് കർത്താവ് അവിടെ നിനക്ക് അത് ചിന്തിക്കുകയല്ല ചെയ്തത്. കർത്താവ് ഹല്ലേലൂയ പത്രോസ് ബലഹീനനെങ്കിലും പത്രോസിനെ കർത്താവ് പെന്തക്കോസ്ത് നാളിൽ കർത്താവ് ഉയർത്തുകയാണ് ചെയ്യുന്നത്. സകലരുടെ മേലും പ്രൈസ് ദി ലോർഡ് അവിടെ കൂടി വന്നവരുടെ മേൽ ദൈവത്തിന്റെ ശക്തി അഥവാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാണ് ചെയ്തത്. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, അമ്മയെ പോലെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. അടുത്തതായിട്ട് ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് ഞാൻ വളരെ പെട്ടെന്ന് അവസാനിപ്പിച്ചുകൊള്ളാം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനർത്ഥത്തിൽ വിട്ടുവെക്കണം, വിടുവിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനർത്ഥത്തിൽ വിട്ടുവെക്കണം. പ്രൈസ് ദി ലോർഡ്. Keep me from harm so that I will be from
പെയിൻസ്. എബേസിന്റെ പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. ദൈവജനമേ, പ്രൈസ് ദി ലോർഡ്. എബേസിന്റെ അവസ്ഥ അവന് നന്നായിട്ട് അറിയാമായിരുന്നു. സഹോദരന്മാരിൽ അവൻ ഏറ്റവും പുറകിലാണ്, എല്ലാത്തിലും അവൻ പുറകിലാണ്. പ്രിയ ദൈവജനമേ, അവൻ അംഗവൈകല്യമുള്ളവനാണ്, അവനൊരു പ്രശ്നമുള്ളവനാണ്, അവൻ ഹല്ലേലൂയ സഹോദരന്മാരിൽ ഏറ്റവും പിറകിലാണ്. എന്നാൽ അവൻ പ്രാർത്ഥിച്ച ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്, പലപ്പോഴും പ്രൈസ് ദി ലോർഡ് താൻ വേദന തിന്നുകൊണ്ട് കിടക്കുക. ഹല്ലേലൂയ. ഓരോ ദിനരാത്രങ്ങൾ സഹോദരങ്ങൾ അവനെ മുറിവേൽപ്പിച്ചു കൊണ്ടിരിക്കുക. നീ ഒരു അംഗവൈകല്യമുള്ളവൻ, നീ എന്തിനാടാ ഞങ്ങളുടെ കുടുംബത്തിൽ പിറന്നത്? ഹല്ലേലൂയ. നീ ഞങ്ങൾക്കൊരു ശാപമല്ലേ എന്ന് ചോദിക്കുന്ന സഹോദരന്മാരില്ലേ ഇന്ന് ലോകത്തിൽ? അങ്ങനെയാ. പ്രൈസ് ദി ലോർഡ്. എന്തെങ്കിലും ഒരു ചെറിയ നിസാര പ്രശ്നം മതി, നമ്മൾ എന്തെങ്കിലും ഒരു വിടവ് കണ്ടാൽ മതി, അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മളെ അപമാനിക്കുന്ന, നിന്ദിക്കുന്ന ഒരു ലോകത്തിന്റെ മുൻപിലാ നിങ്ങളും ഞാനും ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെയും എബേസ് ഹല്ലേലൂയ ഓരോ ദിനരാത്രങ്ങൾ കഴിച്ചു കൂട്ടുന്നത് വേദനയോട് തന്നെയാ. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, പലപ്പോഴും താൻ വേദന തിന്നുകയാ. എന്നാൽ അവനൊരു വിടുതൽ വേണം. അവൻ ചോദിച്ചത് എന്താണെന്നറിയാമോ? അവൻ ദൈവത്തോട് ചോദിച്ചത് ശക്തിയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം ശലോമോൻ രാജാവ് ദൈവത്തോട് ചോദിച്ചത്, ഹല്ലേലൂയ, ശലോമോൻ രാജാവ് എന്താ ചോദിച്ചെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, രാജ്യത്തെ ഭരിക്കുവാനുള്ള ജ്ഞാനമാണ് ചോദിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, God granted when he asked. ഹല്ലേലൂയ. സ്നേഹിത, നിന്റെ ഇപ്പോഴത്തെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. നിന്റെ അവസ്ഥകൾ ഒരു പക്ഷേ നീ മറ്റുള്ളവരെക്കാൾ ഏറ്റവും നീ ഹല്ലേലൂയ നിനക്കൊന്നുമില്ലായിരിക്കാം, പക്ഷേ ഹല്ലേലൂയ നിനക്ക് സമ്പത്തില്ലായിരിക്കാം, നീ മറ്റുള്ളവരുടെ മുമ്പിൽ നീ ഒരു നിന്ന പാത്രമായി നീ കണ്ടേക്കാം. പ്രൈസ് ദി ലോർഡ്. നിനക്ക് പഠിപ്പില്ലായിരിക്കാം, നിനക്ക് അന്തസ്സില്ലായിരിക്കാം. സഹോദര സഹോദരി, നീ കലങ്ങി നിൽക്കേണ്ട. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവിലേക്ക് നിന്നെ ഒന്ന് സമർപ്പിക്കുവാൻ കഴിയുമോ? ഇവിടെ വേദഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു, സഹോദരന്മാരെക്കാൾ കർത്താവ് ഹല്ലേലൂയ ഈ എബേസിനെ മാനിച്ചതായിട്ടാണ് വചനത്തിൽ നാം വായിക്കുന്നത്. ഹല്ലേലൂയ. എബേസിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തന്നു എന്നാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, ഹല്ലേലൂയ. നാല് ചുറ്റിലും പ്രതികൂലം വന്നാൽ ദൈവത്തെ നമുക്ക് സ്തുതിക്കുവാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും മരണ യോർദാന്റെ അനുഭവമാണ് നിന്റെ ജീവിതത്തിലുള്ളത്. പ്രൈസ് ദി ലോർഡ്. സ്നേഹിത സഹോദരി, ഹല്ലേലൂയ, നിന്നെ സ്നേഹിക്കുന്ന ഒരു പിതാവ് നിന്നോട് കൂടെയുണ്ട്, നിന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു പിതാവ് നിന്നോട് കൂടെയുണ്ട്, നിന്നെ കരം പിടിച്ചുയർത്തി നിർത്തുന്ന ഒരു പിതാവ് നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. കഷ്ടങ്ങൾ ഓളങ്ങളും തിരമാലകളും പോലെ പ്രശ്നങ്ങൾ അലയടിച്ചുയരുമ്പോൾ, ഒന്നിനു പുറകെ ഒന്നൊന്നായി കടന്നു വരുമ്പോൾ, നീ എന്റെ കർത്താവിന്റെ പാത വിട്ട് മാറിപ്പോകുകയല്ല വേണ്ടിയത്. ഹല്ലേലൂയ. രോഗം നിനക്കൊരു പ്രശ്നമാണോ? സമ്പത്ത് നിനക്കൊരു പ്രശ്നമാണോ? തലമുറയില്ല എന്ന് നിനക്കൊരു പ്രശ്നമാണോ? പ്രൈസ് ദി ലോർഡ്. പഠിപ്പില്ല എന്ന് നീ ഭാരപ്പെടുന്നുവോ? നീ ഒരു മോശയെ പോലെ തിക്കുവായുള്ള ഒരു വ്യക്തിയാണോ? പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിന്നെ ഉയർത്തും. കർത്താവ് നിന്നെ കൊണ്ട് വൻകാര്യത്തെ ചെയ്യുവാൻ എന്റെ ദൈവം മതിയായവനാ. ആ ദൈവത്തിലാ നിങ്ങൾ ആശ്രയിക്കേണ്ടത്. ആ ദൈവത്തെ മുറുകെ പിടിച്ചു കൊള്ളണം. ഇവിടെ എബേസ് കർത്താവിനെ മുറുകെ പിടിച്ചോ. എന്റെ കർത്താവേ ഹല്ലേലൂയ എന്ന് എബേസ് നിലവിളിക്കുക. ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്. വായിച്ച വേദഭാഗത്തേക്കൊന്ന് നമുക്കൊന്ന് മടങ്ങി വരാം പ്രിയപ്പെട്ടവരെ. എബേസിന്റെ പ്രാർത്ഥന പ്രൈസ് ദി ലോർഡ് നിശ്ചയമായി അനുഗ്രഹിക്കും. അതേ പ്രിയപ്പെട്ടവരെ, എബേസിനെ പോലെ നാം നിലവിളിക്കുന്നു എങ്കിൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. ഒരു നാൾ ദൈവം നമ്മെ കൈവിടുന്ന ദൈവമല്ല എന്നത് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആകയാൽ എബേസിനെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് എബേസ് പ്രാർത്ഥിച്ചത് എന്റെ അതിരുകളെ വിശാലമാക്കണമേ എന്ന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹിത ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, അനേകർ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ശുശ്രൂഷയുടെ മുഖത്ത് എതിർപ്പുകളും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഹല്ലേലൂയ കടന്നു വരും. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങളുണ്ട് എങ്കിലും ലോകത്തിലെ കഷ്ടങ്ങളെ ജയിച്ചവനായ എന്റെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവിന്റെ മുഖത്തേക്കാണ് നാം നോക്കേണ്ടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണുക. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതെന്താ? ഈ ലോകത്തിലെ ധനം ഞാൻ ഛേദമായി എണ്ണി എന്ന. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിലെ ധനമൊന്നും നമ്മെ നിത്യതയിലേക്ക് എത്തിക്കുകയില്ല. സഹോദരങ്ങളെ, മറന്നു പോകരുത്. ആകയാൽ നമുക്ക് എബേസിനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഹല്ലേലൂയ, എന്റെ ശുശ്രൂഷകളുടെ വിശാലത, എന്റെ ശുശ്രൂഷകളെ വർദ്ധിപ്പിക്കണമേ എന്ന് നമുക്ക് ഈ നാളുകളായി പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, നമുക്കറിയാം
നമുക്കറിയാം ലോകം ഇന്നേക്ക് ഒരു വലിയ മഹാമാരിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, നമ്മുടെ കേരള സംസ്ഥാനത്തെ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഹല്ലേലൂയ, ഒന്ന് മാറുമ്പോൾ ഒന്ന് കോവിഡ് എന്ന മഹാമാരി മാറിയെന്ന് കാണുമ്പോൾ ഹല്ലേലൂയ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. വെള്ളപ്പൊക്കം മാറിയെന്ന് കാണുമ്പോൾ മണ്ണിടിച്ചിലുണ്ടാകുന്നു. മണ്ണിടിച്ചിൽ മാറിയെന്ന് കാണുമ്പോൾ പിന്നെയും കൊറോണ വന്ന് നിൽക്കുന്നു. കൊറോണ മാറിയെന്ന് തോന്നുമ്പോൾ ഇപ്പം പിന്നെയും പുതുതായിട്ടൊന്ന് ഒമിക്രോൺ വന്ന് കഴിഞ്ഞിരിക്കുന്നു. സ്നേഹിത, ഇനിയെങ്കിലും നീ രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ സഭയോട് ചേരുന്നില്ല എങ്കിൽ സ്നേഹിത, ഇത് സുപ്രസാദ കാലം, രക്ഷാ ദിവസം, ഇത്ര വലിയ രക്ഷയെ നീ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? ഈ ലോകം നിനക്ക് സമാധാനം തരികയില്ല. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ലോകം നമ്മളെ വേദനിപ്പിക്കുന്ന ലോകമാ. ഹല്ലേലൂയ. നമ്മളെ വേദനിപ്പിക്കാത്ത ഒരു നല്ല ഒരു സ്നേഹിതനായി, നല്ലൊരു അപ്പനായി കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ആകയാൽ നമുക്ക് എബേസിനെ പോലെ ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ ദേശത്ത് ശുശ്രൂഷകളെ മാനിക്കണമേ എന്ന് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ശുശ്രൂഷകളുടെ അതിരുകളെ കർത്താവ് വിശാലമാക്കട്ടെ. ഹല്ലേലൂയ. വീണ്ടും എബേസ് പ്രാർത്ഥിച്ചത്, സ്നേഹിത, നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ, നമ്മൾ തനിയല്ല, നമുക്ക് രണ്ട് കരമേ ഉള്ളൂ, പക്ഷേ കർത്താവിന്റെ കരം നമ്മുടെ കൂടെയുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? എന്റെ കർത്താവിന്റെ കരമാണ് എന്നെ പിടിച്ചിരിക്കുന്നത്. എന്റെ കർത്താവിനെ, ഓ ഹല്ലേലൂയ, എന്റെ കർത്താവിനെ മുറുക്കി പിടിച്ചുകൊണ്ടിരിക്കുക. ഒരിക്കലും എന്റെ കർത്താവിനെ വിടുകയില്ല എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളെ ചേർന്നൊരു ആമേൻ പറഞ്ഞാട്ടെ. ഗ്ലോറി to God. Hallelujah. Hallelujah. ദൈവജനമേ, ആ കർത്താവിങ്കിലേക്ക് നമുക്കൊന്ന് അടുത്ത് വരാം. Praise the Lord. Hallelujah. സ്നേഹിത, അവസാനമായിട്ട് ഹല്ലേലൂയ ഇവിടെ എബേസ് പ്രാർത്ഥിച്ചത്, കർത്താവേ ഹല്ലേലൂയ, എന്റെ അനർത്ഥത്തിൽ എന്നെ വിടുവിക്കണമേ എന്ന്. Praise the Lord. ദൈവജനമേ, ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് എത്തിയിരിക്കുക. ഹല്ലേലൂയ. നമ്മുടെ രാജാതി രാജാവും കർത്താതി കർത്താവുമായിരിക്കുന്ന യേശു മസിഹ വരാൻ പോകുന്നു. എന്റെ അരുമനാഥന്റെ വരവിന്റെ ലക്ഷണങ്ങൾ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ നിങ്ങൾ കണ്ടും കേട്ടും കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത്? ജാതി ജാതിയോട് എതിർക്കുന്നു, രാഷ്ട്രം രാഷ്ട്രത്തോട് എതിർക്കുന്നു, ക്ഷാമവും ഭൂകമ്പവും അവിടെവിടെയായി ഉണ്ടാകുന്നു. യുദ്ധവും യുദ്ധശ്രുതികളെ കുറിച്ചൊക്കെ നിങ്ങൾ കേൾക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താ ദൈവമക്കളെ, ഉണരണ്ടേ, നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ, നമ്മുടെ കുടുംബത്തിന്റെ വിടുതലിന് വേണ്ടി കണ്ണുനീരോടെ നമുക്ക് പ്രാർത്ഥിക്കണ്ടേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്റെ അരുമനാഥന്റെ വരവ് ഏത് നിമിഷവും ഉണ്ട് പ്രിയരെ, ഏത് സമയവും ഉണ്ട് എന്നത് അറിഞ്ഞുകൊണ്ട് ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. നാം പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയിൽ മുന്നേറണം, ശക്തിപ്പെടണം, പ്രത്യാശയിൽ നാം ജീവിക്കണം ദൈവമക്കളെ. ഹല്ലേലൂയ. നമ്മുടെ അരുമനാഥന്റെ വരവ് സമീപമായി നിൽക്കുന്നു. ഏത് നിമിഷവും കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്നവരായി തീരുവാൻ എന്റെ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനായി നമുക്ക് ഒരുങ്ങാം പ്രിയരെ. എൻ്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കാൻ പോവുകയാണ്. പ്രാർത്ഥന എന്ന കോട്ട, ആ മതിൽ നാം കെട്ടിയിട്ടുണ്ടോ? എബേസിനെ പോലെ നിലവിളിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നിശ്ചയമായും നമ്മളുടെ അതിരുകളെ വിശാലമാക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, എബേസിന്റെ പ്രാർത്ഥന ഞങ്ങളുടെ ആത്മീക ജീവിതത്തെ ഏറ്റവും അധികം അത് അനുഗ്രഹമായി മാറിയെന്ന് നിങ്ങൾ വിശ്വസിക്കട്ടെ. ഹല്ലേലൂയ. അപ്പാ, എബേസിനെ പോലെ നിലവിളിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഞങ്ങളെ ഉണർത്തണമേ. അതിനുവേണ്ടി കർത്താവ് ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കടന്നകാല ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കുറവുകളെ, കുറ്റങ്ങളെ, ബലഹീനതകളെ അപ്പൻ ഞങ്ങളോട് ക്ഷമിച്ചാട്ടെ. ഇന്ന് പകൽക്കാലം കേട്ട വചനത്തിന് മുൻപേ ഞങ്ങൾ കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. വചനം കേട്ടവർക്കായി സ്തോത്രം, വചനം കേൾക്കുവാനുള്ളവർക്കായി സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വചനം ഘോഷിക്കുവാൻ അടിയനെ ബലപ്പെടുത്തിയതിനായി സ്തുതിക്കുന്നു. സകലത് ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ അരുമരക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, മകനെയും പ്രയർ ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസി വിജയ് എസ് ദാസിനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നതിനോടൊപ്പം തന്നെ പ്രത്യേക പിന്നെയും ഗ്രൂപ്പിന്റെ ഡയറക്ടർ ആയിരിക്കുന്ന കർത്താവിന്റെ ബഹുമാന്യ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ സുഗതൻ കോരാനിയോടും ഉള്ള നന്ദിയും സ്നേഹത്തെയും അറിയിക്കട്ടെ. അതോടൊപ്പം തന്നെ ഈ ഗ്രൂപ്പിലായിരിക്കുന്ന മറ്റ്
ദൈവദാസന്മാർ, ദാസിമാർ, മറ്റ് സഹോദരങ്ങൾ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയും പ്രത്യേക നന്ദിയും അറിയിക്കട്ടെ. അതുപോലെ തന്നെ ഇതുവരെയിലും വചനം കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരോടുള്ള പ്രത്യേക നന്ദിയും സ്നേഹത്തെയും ഞാൻ ഈ സമയം അറിയിക്കുന്നതിനോടൊപ്പം എൻ്റെ റോസ് ഫാമിലി പ്രേയർ ഗ്രൂപ്പിൽ നിന്നും കടന്നു വന്ന എൻ്റെ എല്ലാ അഡ്മിൻസിനും എൻ്റെ എല്ലാ മെമ്പേഴ്സിനും പ്രത്യേക നന്ദിയും സ്നേഹത്തെയും ഞാൻ ഈ സമയം അറിയിക്കുന്നു. പ്രിയരെ, എപ്പേസിനെ പോലെ പ്രാർത്ഥനയിൽ നമുക്ക് മുന്നേറാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ.